അയ്യോ എന്താണ് ഭയങ്കര സീരിയസ് ആയിട്ട് ഒഫീഷ്യൽ കാര്യം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏയ് ഒഫീഷ്യൽ കാര്യമൊന്നുമല്ല, ഞാൻ ചുമ്മാ റീൽസ് ഒക്കെ നോക്കിയിരിക്കുവായിരുന്നു. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, മക്കൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടി ഫോൺ തരാം, തരട്ടെ? അതെയാ വെക്കേഷൻ ഒക്കെ അല്ലേ, ട്രിപ്പ് പോകുന്ന കാര്യം സംസാരിക്കുന്നില്ലല്ലോ. ട്രിപ്പ് കൊണ്ടുപോവാൻ ഞാൻ ഓക്കെയാ, പക്ഷെ കല്ലൂസിന്റെ അമ്മയല്ലേ താല്പര്യം കാണിക്കാത്തത്. ചേച്ചിക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എന്തായാലും പിള്ളേരെ കൊണ്ടൊന്ന് പുറത്തു പോകണം. അമ്മായി ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടല്ലോ, അമ്മായിയുടെ ഒരു ഭാഗ്യം. എനിക്ക് ഈ കുന്നും മലയൊക്കെ കേറി ശുദ്ധമായിട്ടുള്ള വായു ശ്വസിച്ചില്ലെങ്കിൽ ഒരു വിമ്മിഷ്ടമാണ്. കല്ലു ചേച്ചി വന്നു ട്രിപ്പിന്റെ കാര്യം സംസാരിക്കും. ഓ ട്രിപ്പായിരുന്നോ ചർച്ച? അതെ അച്ഛൻ ഇരിക്കല്ലേ, അച്ഛനടുത്ത് പറ. എവിടെ പോവാനോട് റെഡിയാ, അമ്മേനെ സമ്മതിക്കാത്ത. എനിക്ക് താല്പര്യമില്ലെന്ന് ആര് പറഞ്ഞു? അച്ഛൻ. നീ അങ്ങനെ പറഞ്ഞ? ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോവാന്ന്, നീയല്ലേ താല്പര്യം കാണിക്കാത്ത? ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്ന്. അത് കേൾക്കുമ്പോ നീ ആ ഊന്നൊക്കെ പറയും, പിന്നെ അതിനെപ്പറ്റി മിണ്ടുക പോലും ഇല്ല. പിന്നെ ഞാൻ താല്പര്യം കാണിച്ചിട്ട് എന്ത് ചെയ്യാന്? ഓ ഞങ്ങളുടെ കാര്യല്ലേ അത്രയ്ക്ക് പ്രാധാന്യം കാണത്തുള്ളൂ. ഓ മക്കളുടെ എന്ത് കാര്യത്തിനാ പ്രാധാന്യം ഇല്ലാത്തേ? ഞങ്ങൾക്ക് ട്രിപ്പ് പോകണം അമ്മ. അമ്മ മുൻകൈ എടുത്താ ട്രിപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കും. മുൻകൈയൊക്കെ എടുക്കാം, എനിക്കൊരു സ്ഥലം വരെ ഒന്ന് പോണം, പിള്ളേരെയും കൂടെ കൊണ്ടുപോകണം. ഊട്ടി കൊടൈക്കനാലൊന്നും പോകാൻ എനിക്ക് വയ്യ, എന്റെ മുട്ട് വയ്യ, ഇത്രയും ദൂരം ഒന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചോനറത്തല വരെ പോവാം, എന്നിട്ട് എന്റെ വല്യേച്ചി ഒന്ന് കാണാം. അതായിരുന്നു. എന്താ ചോനറത്തലയ്ക്ക് കുഴപ്പം? അവിടെ എന്തുണ്ടമ്മ കാണാൻ? അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാന്. അതെ അതെ, കുറെ ചെമ്പ് പാത്രവും കുറെ ഓട്ടുരുളിയും 4 കിണ്ടിയും പിന്നെ അമ്മൂമ്മയുടെ കുറെ ഫോട്ടോസും കാണും. எதுவானாலும் நம்ம சோனரத்துல போயினதுக்கு அப்புறம் அப்படியே போய் மதுரையும் போயிட்டு சுத்தி பார்த்துட்டு திரும்பி வரலாம். നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ, ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. എനിക്ക് നല്ല തലവേദന എടുക്കണം, ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. നടക്കുന്നില്ല, ഞാനും പോയി ചായ കുടിക്കും. அம்மா நான் மசாலா டீ பவுடர் வாங்கி வச்சிருக்கேன், அவங்களுக்கு ஸ்ட்ராங்கா ஒரு மசாலா டீ போட்டு கொடுக்குறேன். മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കും. அப்படின்னா அந்த டீ நான் உங்களுக்கே போட்டு தரேன். കനകം നിന്നെ ഞാൻ എന്ത് നോക്കി പേടിപ്പിക്കണേ? നോക്കി പേടിപ്പിച്ചോ? നീയല്ലേ ഇപ്പൊ നോക്കി പേടിപ്പിക്കണേ? എന്റെ മുഖത്ത് നോക്കി ചിരിക്കാത്ത ആൾക്കാരെ ഞാനിങ്ങനെ നോക്കാറ്. അത് ശരി, എന്റെ മുഖത്ത് നോക്കി ചിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒന്നും മര്യാദയ്ക്കൊക്കെ എന്റെ മുഖത്തേക്ക് നോക്കാം. നോക്കാറില്ലെന്ന് ആര് പറഞ്ഞു? നിനക്കല്ല എന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ഇപ്പൊ സമയമില്ലാത്ത, അല്ലെങ്കിലും ശ്രദ്ധിക്കാൻ എന്തെങ്കിലുമൊക്കെ താല്പര്യമൊക്കെ വേണം. ആ ശരി, ഇപ്പൊ അങ്ങനെയാ? നീയാണ് എന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കാത്തത്. എന്നാ നീ പറ, ഞാൻ അതുപോലെ ശ്രദ്ധിക്കാം. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ ഞാൻ പറയണില്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യാം. അത്രേ ഞാനും പറയുന്നുള്ളൂ. ആ മിക്കവാറും ഏതെങ്കിലും കാട്ടിലേക്ക് പോകേണ്ടി വരും. അമ്മ അമ്മക്ക് എവിടെ പോണ്ടേ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ആ എനിക്കറിയത്തില്ല. ഒന്നിങ്ങ് വരുവോ? എന്താ? കുറച്ച് ഫണ്ട് ഉണ്ടാക്കി. ഫണ്ടാ? എന്തു പറ്റി? കുറച്ച് അത്യാവശ്യമായിരുന്നു. എന്തു പറ്റി? ഞാനേ കുറച്ച് സ്വർണം പണയത്തിന് വെച്ചിട്ടുണ്ടായിരുന്നേ, ഇപ്പൊ അത് പുതുക്കാൻ സമയമായി. മാത്രമല്ല ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ച് അവിടെ നിന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാലോ എന്ന്. അങ്ങനെയാണെങ്കിലേ എന്റെ കയ്യിലേ കുറച്ച് എക്സ്ട്രാ ഫണ്ട് ഉണ്ട്. അമ്മായി അത് പുതുക്കണ്ട, ആ സ്വർണം മൊത്തം അങ്ങ് എടുക്ക്, എന്നിട്ട് പയ്യെ പയ്യെ എനിക്ക് പൈസ തന്നു തീർത്താൽ മതി. ശരിക്കും? ഇവിടെ നീ ഒരു സംഭവം തന്നെടേ. നിനക്ക് എൻ്റെ അടുത്തുള്ള പോലത്തെ ഇഷ്ടം വേറെ ആർക്കും ഇല്ല.
എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. വേണമെങ്കിൽ അതിന്റെ പലിശ തന്നു, ഞാൻ മേടിച്ചോളാം. ലച്ചോ, ഞാൻ ചുമ്മാ പറഞ്ഞ അമ്മായി. എന്തായാലും ഫണ്ട് അത്യാവശ്യമാണ്. സെറ്റ് ചെയ്ത് തരാം, കുഴപ്പമില്ല. എന്താണ് രണ്ടാളും കൂടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണേ? അമ്മായിക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ, അപ്പൊ അതിനെപ്പറ്റി പറയായിരുന്നു. അല്ല അമ്മായി, അമ്മായിക്ക് ഫണ്ട് വേണമെങ്കിൽ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ദേ ദുബായിക്കാരൻ നിക്കുവല്ലേ, അങ്ങോട്ട് ചോദിച്ചാ പോരെ. എന്തായാലും അതിന്റെ റെസിപ്റ്റ് അവിടെ ഇരിപ്പുണ്ട്, ഞാൻ പോയി നോക്കട്ടെ ടോട്ടൽ എത്രയാണ്. സിധു, അമ്മായിക്കേ കുറച്ച് ഫണ്ട് മറയ്ക്കാൻ വേണമെന്ന് പറഞ്ഞായിരുന്നേ, അപ്പൊ ഞാൻ അത് കൊടുക്കുന്നുണ്ട്. അല്ല ഇതൊക്കെ എന്തിനാ നീ എന്റെ അടുത്ത് പറയണേ? വെച്ചു ഉള്ള കാര്യം പറയാലോ. ഇപ്പൊ വന്ന് നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നായ. സിദ്ധുവിന് പിന്നെ ശ്രദ്ധിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. ഷിഹാബിക്കയുടെ കാര്യം, ഷിഹാബിക്കയുടെ കടയുടെ കാര്യം, ദുബൈയിലെ കാര്യം, സ്റ്റാഫുകളുടെ കാര്യം, ഓഫീസിലെ കാര്യം, ബിസിനസ് കാര്യം, കൂട്ടുകാരന്റെ കാര്യം, കൂട്ടുകാരുടെ പെങ്ങളുടെ കല്യാണ കാര്യം. എന്നാ ഒരു പാവം പിടിച്ച ഭാര്യയായി വീട്ടിലുണ്ട്. ആളുടെ കാര്യം നോക്കാൻ മാത്രം ഇവിടെ ആരും. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഫോണും തോണ്ടി ഒരു കിടപ്പുണ്ട്. നീയും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കണ്ട. ഇപ്പൊ എല്ലാരും ഫുൾ ടൈം ഫോണിനകത്താ. ഞങ്ങള് ഫോൺ കിട്ടാൻ കാത്തിരിക്കുക. താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായത്തിന് നന്ദി. വന്ന വഴി വണ്ടി വിട്ടോ. ചേച്ചി ഗ്യാപ്പ് ഇട്ടപ്പോ പറഞ്ഞേ ഉള്ളൂ. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. വന്നേ ഇപ്പൊ നിന്റെ ചേച്ചിയുടെ അടുത്തൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. എന്തു പറഞ്ഞാലും അങ്ങോട്ട് ദേഷ്യപ്പെടുക. അശോ, ദേഷ്യപ്പെടാത്ത ഒരാള് വന്നേക്കുന്ന്. നിങ്ങളെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടുക്കാണ്. കൊറേ നാൾക്ക് ശേഷമല്ല മുഖത്ത് നോക്കി സംസാരിക്കുന്നേ, അതിന്റെയാ. പഴക്കിന്റെ പേരിലെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കും. ഞാൻ മുഖത്തൊക്കെ നോക്കുന്നുണ്ട്, ഇവനാ നോക്കാത്തെ. നോക്കാൻ പറ്റിയ കോലം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എങ്ങോട്ടെങ്കിലും ഫോൺ നോക്കുവാണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കണം. അതിന്റെ ഇടയിൽ ഇടം കണ്ടിട്ട് എന്നെ നോക്കരുത്. ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കാത്ത എനിക്ക് പോസിറ്റു. നീ പോയി അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്, ഞാനിട്ട് പോവാൻ. ആയിക്കോട്ടെ, ഞാൻ പൊക്കോളാം. പോയാ നോക്കണേ. എന്ത് നീ ഇങ്ങനെ വന്ന് തിരിച്ചു നോക്കണേ? നീ